അതുകൊണ്ട് കല്യാണ ചെക്കൻ പേടിക്കണ്ട, ധൈര്യമായിട്ട് കൂടെ കൊണ്ട് നടക്കാം. ചങ്കൂറ്റം വേണ്ട സമയത്ത് ഞാൻ ചങ്കൂറ്റം കാണിച്ചിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്നാ ഞാനൊരു ചങ്കൂറ്റം കാണിക്കട്ടെ. എന്ത് കുരുത്തക്കേടാ? കുരുത്തക്കേടൊന്നുമല്ല, ഇത് എന്റെ അവകാശം. വല്ലാത്ത ചങ്കൂറ്റം തന്നെ. സമ്മതിച്ചിരിക്കുന്നു. ഇനിയാണ് കല്യാണ പെണ്ണ് ചങ്കൂറ്റം കാണിക്കേണ്ടത്. ഞാനെന്ത് ചെയ്യാനാ? അതെ, ഇതുവരെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിയത് ഞാൻ. ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ദേ അതും ഞാൻ, ചേർത്ത് നിർത്തിയതും ഞാൻ. പിന്നെ ഇവിടെ എല്ലാവരും ലൈസൻസ് പതിച്ചു തന്നല്ലോ. പിന്നെ സത്യസന്ധമായി ഇഷ്ടമുള്ളതുകൊണ്ട് അത് തിരിച്ചറിയാൻ എനിക്കൊന്ന് വേണം. എന്ത്? ഒരുമാതിരി മനസ്സിലാത്ത പോലെ നടിക്കില്ലേ? ശരിക്കും എനിക്ക് മനസ്സിലായില്ല. ആ, ഓക്കെ. അടവുകൾ ഏത് തരം വേണേലും കയ്യിലുണ്ടല്ലോ. ഉണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് ഞാൻ പുറത്തെടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ? അപേക്ഷ അംഗീകരിച്ചോ? പെട്ടെന്ന് ആവണേ, അല്ലെങ്കിൽ ആരെങ്കിലും കയറി ഇങ്ങോട്ട് വരും. വേണോ? കിട്ടണം. കിട്ടാതെ ഞാൻ പോവില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നറിയോ? ഞാൻ അവിടെ ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്, അച്ഛന്റെയും അമ്മയുടെയും പിതാമടത്തിന്റെയും മുമ്പിൽ വെച്ച് ഞാൻ ഇതങ്ങ് നടത്തിയെടുക്കും. വേണ്ട. എങ്കിൽ പിന്നെ കണ്ണടക്കേ? ഇല്ല, അതങ്ങനെ എനിക്ക് കാണണ്ടേ? കാണണ്ട, കണ്ണടച്ചോ, അല്ലെങ്കിൽ ഞാൻ പോവേ. അവിടെ നില്ലേ, അടയ്ക്കാം. ഒന്നുമില്ല. നിന്റെ കൂടെ നിന്നാനോടെ അവനോട് ചോദിച്ചാലേ കാര്യങ്ങൾ അറിയൂ. ഞാനിവിടെ ഉണ്ടേ. വാ 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 വാ. നടന്ന കാര്യങ്ങളൊക്കെ രാധിക ഞങ്ങളോട് പറഞ്ഞു. എന്തോ പണിയാണ് കാണിച്ചത്? ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലേ? മതി മതി മതി. ഇനി ബാക്കിയൊക്കെ നമ്മൾ കാരണന്മാർക്ക് ഊഹിക്കാലോ. അതെ, ഇനി കേട്ടില്ല അറിഞ്ഞില്ല എന്ന് വെക്കരുത്. വളരെ ചെറിയൊരു ചടങ്ങ് മതിയെന്നാണ് എല്ലാവരുടെയും തീരുമാനം. ചെറിയ ചടങ്ങെന്ന് വെച്ചാൽ നമ്മൾ ഈ നിൽക്കുന്ന എല്ലാവരുമുള്ള ഒരു ചെറിയ ചടങ്ങ്. എന്താ, അതിന് ബുദ്ധിമുട്ടുണ്ടോ രണ്ടുപേർക്കും? ശരി.
ഇത്തരൊരവസ്ഥയില് വലിയ രീതിയിൽ വിവാഹം നടത്തിയാല് അതിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ടാ. പിതാ മാഡത്തിന്റെ അഭിപ്രായം എങ്ങനെയാ? ഈ തീരുമാനം തന്നെയാ നല്ലതെന്നാ എനിക്കും തോന്നുന്നേ. യശോദേ, നമ്മൾ അമ്മമാരെന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാ യശോദ എന്നെ വിളിച്ചാ മതി കേട്ടോ. ഇനി ഞാൻ ധൈര്യമായി വിളിച്ചോളാം. പത്മിനിയുടെ മനസ്സ് എപ്പോഴാ എനിക്ക് വ്യക്തമായി മനസ്സിലായത്. ഏയ് ഒന്നുമില്ല അച്ഛാ. അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയല്ലേ പരമേശ്വര. അപ്പൊ പിന്നെ അവരെന്തു പറയാനാ? നമ്മുടെ രണ്ടു കുടുംബങ്ങൾ ഒന്നിച്ചു ചേരണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനം. അന്ന് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഒരബദ്ധം സംഭവിച്ചു. ഇനി അങ്ങോട്ട് അതൊന്നുമില്ലാതെ ഒറ്റ മനസ്സോടെ മുന്നോട്ട് പോവാം.